ചെറുതായിട്ടൊന്ന് ക്രീം കയ്യിലായതാട്ടോ. കസ്റ്റമർ ചോദിച്ചത് ഒരു കേക്ക്, ആനാ നമ്മൾ കൊടുത്തത് 2 കേക്ക്. എന്താലേ. സോ ഗൈസ്, കുറേ കാലത്തിന് ശേഷമാണ് നമുക്കൊരു നമ്പർ കേക്ക് വരുന്നത് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഭയങ്കര ടെൻഷനും ഉണ്ട്. സോ എക്സൈറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ കുറേ കാലത്തിന് ശേഷം ചെയ്യുന്നത് കൊണ്ടൊരു എക്സൈറ്റ്മെൻറ്റ്. ടെൻഷൻ എന്ന് വെച്ചാൽ 2 ആണ് നമ്പർ, അത് 2 തന്നെയാവോ എന്നുള്ളൊരു ടെൻഷൻ. സോ ഗൈസ്, നമ്മൾ സക്സസ്ഫുള്ളി 2 ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറയാൻ ഇതിൻ്റെ ഡെക്കറേഷനാണ്. ഇതിൽ കൊടുക്കുന്ന ആഷ് നമുക്ക് റെഫറൻസിൽ തന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പം കസ്റ്റമർക്ക് അറിയാം, അതുകൊണ്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്താൽ മതിയെന്ന്. റെഡ് തന്നെ ഞാൻ ഇത് ഈ ഒരു കളറാക്കാൻ കുറച്ച് അധികം, അത്രയൊന്നുമില്ല എന്നാലും കുറച്ചധികം റെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. സോ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. റെഫറൻസിൽ തന്ന പോലെ തന്നെ എക്സാക്റ്റ് നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ കസ്റ്റമർ കപ്പ് കേക്ക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഒരേ ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ചെയ്ത വർക്കിൻ്റെത് ക്രീം ഒന്ന് ജസ്റ്റ് റിമൂവ് ചെയ്തതാണ് കേട്ടോ. കപ്പ് കേക്കിൻ്റെ കപ്പ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ വേണമെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ കുറച്ചധികം ബുദ്ധിമുട്ടി ആ ഒരു കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തൊരു ബോണസ് കേട്ടോ. അപ്പോൾ കേക്ക് ഒരു 2 kg നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്പർ മോൾഡ് ഒന്നും നമ്മളെടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കേക്ക് സെറ്റാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിലേക്ക് മാറ്റിയതായിരുന്നു. ഇനി കട്ട് ചെയ്ത് വെച്ച പീസസ് കാര്യങ്ങളൊക്കെ അത് നമുക്ക് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കസ്റ്റമർ പറഞ്ഞ ഒരു 2 kg ആ വെയിറ്റ് തന്നെ കൊടുക്കുന്നതല്ലേ. അങ്ങനെ ഞാൻ മുന്നേ കാണിച്ച ഈ ഒരു ട്രെയിലുള്ള പീസസ് കേക്കിനെ എല്ലാം കൂടെ വെച്ചിട്ട് ഒരു 1.5 ബേസിൽ നമ്മൾ സെറ്റാക്കി എടുത്തായിരുന്നു കേട്ടോ ഈ ഒരു പേസ്ട്രി. അങ്ങനെ റെഫറൻസിലുള്ള പോലെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് 2ൻ്റെ മുകളിലായിട്ട് റോഡൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു. പിന്നെ കസ്റ്റമർ തന്നെ എത്തിച്ചതായിരുന്നു കാറ് കേട്ടോ, 2 എണ്ണം. നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. പിന്നെ കപ്പ് കേക്കിൽ പ്രിന്റ് കാര്യങ്ങളൊന്നും വെക്കാൻ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സോ എനിക്കെന്തോ എല്ലാം കൂടി വരുമ്പം ഒന്ന് സെറ്റായിട്ട് ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ അതിലും കൂടെ നമ്മൾ പ്രിന്റ് സെറ്റാക്കി എടുത്തു കേട്ടോ. അങ്ങനെ 2 കുട്ടിക്കാരനെയും കൂടെ നമ്മൾ കേക്കിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. എന്ത് ക്യൂട്ടാലേ. ഷോ. അപ്പോൾ ഗൈസ്, കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ സജഷൻസും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കപ്പ് കേക്ക്സും പാസ്ട്രിയും നമ്മളുടെ നമ്പർ കേക്കും ഒക്കെ സെറ്റാക്കി പാക്ക് ചെയ്ത് ഞാൻ അവർക്ക് കൊടുത്തു. അങ്ങനെ അവർ പോയി. അപ്പോൾ ഇതായിരുന്നു കേക്കിൻ്റെ ഇന്നത്തെ സ്റ്റോറി. അപ്പോൾ അടുത്ത സ്റ്റോറിയുമായിട്ട് അടുത്ത ടൈപ്പാക്കലാം. ഓക്കെ, ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ, ഫോളോയും കൂടെ ചെയ്തേക്കണേ.